മുസ്ലിം ലീഗ് മന്ത്രിമാർക്കെതിരെ പാർട്ടിക്കുള്ളിൽ കലാപം രൂക്ഷം. മന്ത്രി പി.കെ. ബഷീറിനെതിരെയും ഷംസുദ്ദീനെതിരെയുമാണ് യുവജന സംഘടനകൾ കലാപക്കൊടി ഉയർത്തുന്നത്. EMEA കോളേജിലെ അഡ്മിഷൻ കോഴയിൽ പി.കെ. ബഷീറിനെതിരെയും ജമാഅത്തെ ഇസ്ലാമിക്കാരനെ പേഴ്സണൽ സ്റ്റാഫാക്കിയ N. ഷംസുദ്ദീനെതിരെയുമാണ് പ്രതിഷേധം കനക്കുന്നത്. സ്റ്റാഫ് നിയമനത്തിൽ കുഞ്ഞാലിക്കുട്ടിയും പ്രവർത്തകരെ പരിഗണിക്കുന്നില്ല എന്ന് യുവജന സംഘടനകൾക്ക് പരാതിയുണ്ട്. ശിവദാസ് കന്മനം മലപ്പുറത്ത് നിന്നും ചേരുന്നു. ശിവദാസ്, കഴിഞ്ഞ കുറേ ദിവസമായി ഈ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലെ നിയമനമാണെങ്കിലും മന്ത്രിമാർ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും അതിൽ MSFനും യൂത്ത് ലീഗിനെയും ഒന്നും അടുപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്ന പരാതി ഈ യുവജന സംഘടനകൾ ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു കലാപമായി മാറുകയാണോ ലീഗിനകത്ത്? നേരത്തെ വലിയൊരു പ്രതിഷേധം ഉണ്ടായിരുന്നു MSFനും അതോടൊപ്പം തന്നെ യൂത്ത് ലീഗിനും അടക്കം മന്ത്രിമാരുടെയും അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളുടെയും എല്ലാം തന്നെ ഇടപെടലിൽ വലിയൊരു പ്രതിഷേധം അവർക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഒരു കലാപത്തിലേക്ക് നീങ്ങുന്ന ആഭ്യന്തര കലഹത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം പി.കെ. ബഷീർ മന്ത്രി പി.കെ. ബഷീറിനെതിരെയും യൂത്ത് ലീഗ് പ്രമേയം അവതരിപ്പിച്ചിരുന്നു. അതായത് ലീഗിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന കൊണ്ടോട്ടിയിലെ EMEA കോളേജിൽ പ്രധാന ചുമതല വഹിക്കുന്ന അതിന് പ്രധാന ഭാരവാഹിയാണ് പി.കെ. ബഷീർ. അദ്ദേഹം ഈ സ്ഥാനം ഒഴിയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം കുട്ടികളെ തലവരി പണം വാങ്ങുന്നു, അഡ്മിഷന് കോഴ വാങ്ങുന്നു. പ്രത്യേകിച്ച് ഉന്നത മാർക്ക് വാങ്ങി എത്തുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് പോലും വലിയ തുക വാങ്ങിയിട്ടാണ് ഇവിടെ അഡ്മിഷൻ നൽകുന്നത്. കാരണം ലീഗ് പ്രവർത്തകരും ലീഗിന്റെ നേതാക്കളും എല്ലാം തന്നെ പണം പിരിച്ചിട്ടാണ് ഈ ഒരു കോളേജ് സ്ഥാപിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടെ അത്തരത്തിലുള്ള കോഴ വാങ്ങുന്ന തരത്തിലുള്ള പ്രവൃത്തി പാടില്ല. അതിന് ചുക്കാൻ പിടിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ നേതൃത്വം നൽകുന്ന പി.കെ. ബഷീർ ആ സ്ഥാനം ഒഴിയണം. അതോടൊപ്പം തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം N. ഷംസുദ്ദീനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകനെ അദ്ദേഹം സ്റ്റാഫായി നിയമിച്ചിരുന്നു. ഇതിനെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധം യൂത്ത് ലീഗ് സംഘടനകളിൽ നിന്നും അതോടൊപ്പം തന്നെ MSFന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നേരത്തെ തന്നെ തങ്ങൾക്ക് ഒരു പരിഗണനയും ലഭിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം തുടക്കം മുതൽ തന്നെ അവർ പറയുന്നു. ഈ സാഹചര്യത്തിൽ പോലും മറ്റ് ഇതര സംഘടനയിൽപ്പെട്ട, പ്രത്യേകിച്ച് മതമൗലികവാദ സംഘടനയിൽപ്പെട്ട ആളുകളെ പരിഗണിക്കുന്നുണ്ട്, എന്നിട്ടും ഞങ്ങൾക്ക് പരിഗണന ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പരസ്യമായി തന്നെ അവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സമാനമായ സ്ഥിതി കുഞ്ഞാലിക്കുട്ടിക്കെതിരെയും ഉണ്ട് പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ. ഗൗതം, ഓക്കെ, വ്യക്തമാണ്. ശിവദാസ്, എന്തായാലും പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ലീഗ് അധികാരത്തിന്റെ ഭാഗമാകുമ്പോൾ യുവജന സംഘടനയായിട്ടുള്ള യൂത്ത് ലീഗിനാണെങ്കിലും വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള MSFനാണെങ്കിലും കാര്യമായ പരിഗണനകൾ ഭരണത്തിൽ കിട്ടുന്നില്ല എന്നതാണ് പരാതി. ഇതാണ് മന്ത്രിമാർക്കെതിരെ തിരിയാൻ കാരണമായിരിക്കുന്നത്. ലീഗിനകത്ത് കലാപക്കടി ഉയർത്തുകയാണ് യുവജന വിദ്യാർത്ഥി സംഘടനകൾ.